എല്ലാവരും ഇപ്പോൾ ട്രെൻഡിൻ്റെ പിന്നാലെ എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ ഇനിയിപ്പോൾ കുറക്കണത്. പണ്ടൊക്കെ നമ്മൾ ഇതുകൊണ്ട് വെറും കലക്കി വെള്ളം ഉണ്ടാക്കിയ സാധനമായിരുന്നു ടാങ്ക് പൊടി. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടാങ്ക് പൊടി വെച്ചിട്ടുള്ള പുഡിംഗ് ഉണ്ടല്ലോ, അതന്നെ ഒന്ന് ഉണ്ടാക്കണത് എന്ന്. അപ്പോൾ ആവശ്യത്തിനുള്ള ടാങ്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റൗ കത്തിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതാ നന്നായിട്ട് കുറുകി വരുന്നത് പോയ കൈ വിടാതെ എന്ത് ചെയ്യുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കുകയെ, അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലൊക്കെ നല്ല കുറുകി വരുമ്പോൾ നമ്മളിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ പ്ലേറ്റ് വെച്ച് കമിഴ്ത്തിയെടുക്കുന്നുണ്ട്. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഗള് എന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. നല്ല രസമുണ്ടാകുന്നു കാണാനും കഴിക്കാനും കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ജെല്ലി മിഠായിയുടെ പോലെയാണല്ലോ ഇത് കാണാനൊക്കെ. അവർക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ട്, എനിക്കും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിന്ന്.